ഹലോ വെൽക്കം ബാക്ക് ടു താഷിൻസ് കോർണർ. ഹോപ്പ് യു ഓൾ ആർ സേഫ് ആൻഡ് ഹെൽത്തി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനൊക്കെ നമ്മൾ ഓവർകം ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ നമ്മളുടേതായ രീതിയിൽ എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ട് നമ്മളെ തന്നെ സേഫായിട്ട് ഇരുത്തുക. അതുപോലെ തന്നെ മറ്റുള്ളവരെയും സേഫായിട്ട് ഇരുത്താൻ നമ്മളായിട്ട് കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. സോ ഇനി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോൾസ്റ്റോയ് ഫാം എന്ന ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റി സെഷനാണ്. 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ ചാപ്റ്ററാണ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ. ആൻഡ് ക്വസ്റ്റൻ ആൻസർ സെഷനും പിന്നെ അതുമാത്രമല്ല ടോൾസ്റ്റോയ് ഫാം എന്ന ചാപ്റ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. സോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ആക്ടിവിറ്റീസാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സോ നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് ആക്ടിവിറ്റീസ് ഡിവൈഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് അവേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ടൈം ഈ ഒറ്റ വീഡിയോ കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി വെരി മച്ച് ബോറിങ്. സോ നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യാം. എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ഇന്ന് നോക്കാം. എന്നിട്ട് അടുത്ത പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സോ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ലെറ്റ്സ് റീവിസിറ്റ് ആൻഡ് റിഫ്ലക്റ്റ് അല്ലേ. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ടോൾസ്റ്റോയ് ഫാം ദർ ഈസ് റെഫറൻസ് ടു വാരിയസ് സ്കിൽസ്. ടോൾസ്റ്റോയ് ഫാം എന്ന ചാപ്റ്ററിൽ ഒരുപാട് സ്കിൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഐഡൻറ്റിഫൈ ദം ആൻഡ് ഫിൽ ഇൻ ദ ബബിൾസ്. യെസ്, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഫിൽ ചെയ്യാനാണ് പറയുന്നത്. അതിൽ ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് സ്കിൽസ്? ഇൻഡിപെൻഡൻറ്റ് ലിവിങ്. ഇനിയുള്ള 4 ബബിൾസ് നമ്മൾ ഫില്ല് ചെയ്യണം. എന്തൊക്കെയാണ് ടോൾസ്റ്റോയ് ഫാമിൽ ഉള്ള കുട്ടികൾക്കുള്ള മറ്റ് സ്കിൽസ് എന്തൊക്കെയാണ്? ഓഫ് കോഴ്സ് ഓൾ ദ യങ്സ്റ്റേഴ്സ് കുക്ക് അല്ലേ. എല്ലാവർക്കും കുക്ക് ചെയ്യാൻ അറിയാമെന്ന് ഗാന്ധിജി തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദ സ്കിൽ ഈസ് കുക്കിംഗ്. ദെൻ ദി സെക്കൻഡ് വൺ ഈസ് without any difference in ages, Gandhiji made all the students or all the children in the farm to do, yes, gardening. Gandhiji wanted all the children in the farm to do gardening. So gardening is the next skill developed in the Tolstoy farm. And of course another two is അടുത്ത രണ്ടെണ്ണം എന്താണ്? യെസ്, ഗാന്ധിജി ഷൂ മേക്കിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധിജി ഷൂ മേക്കിംഗ് പഠിച്ചിട്ട് കുട്ടികളിലേക്ക് അത് എത്തിച്ചിട്ടുണ്ടായിരുന്നു. സോ ദ ഫോർത്ത് വൺ ഈസ് ഷൂ മേക്കിംഗ്. ആൻഡ് അറ്റ് ലാസ്റ്റ് എന്താണ്? കാർപ്പൻട്രിയും അവിടുത്തെ ഒരു ഇൻമേറ്റിന് അറിയായിരുന്നു. പിന്നെ മിസ്റ്റർ കാലൻ ബാഞ്ചും ഒരു മൊണാസ്ട്രിയിൽ ഒരു സന്യാസി മഠത്തിൽ പോയിട്ട് എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? കാർപ്പൻട്രി പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ അതും കൂടിയാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. സോ ഇൻഡിപെൻഡൻറ്റ് ലിവിങ്, കുക്കിംഗ്, ഷൂ മേക്കിംഗ്, കാർപ്പൻട്രി ആൻഡ് ഗാർഡനിങ് ആർ the skills developed in the Tolstoy farm. സോ ആ ഒരു ആൻസർ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. യു മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ഗാന്ധിജീസ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും. ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. How far is it true with the learning experience in the Tolstoy farm? Write your answer in a short paragraph. Yes, വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കുട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു വലിയ മുതിർന്ന ആളുടെയോ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ ഉള്ളിലുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക. അവരുടെ ഉള്ളിലുള്ളത് മാത്രമല്ല, ഫ്രം ദി ബോഡി, മൈൻഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓൾസോ. ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നുമുള്ള എല്ലാവിധ ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെയും ഒരു ഔട്ട്പുട്ട് എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെൻറ്റൻസ് ഹൗ ഫാർ ഈസ് ഇറ്റ് ട്രൂ വിത്ത് ദ ലേണിംഗ് എക്സ്പീരിയൻസസ് ഇൻ ദ ടോൾസ്റ്റോയ് ഫാം. ടോൾസ്റ്റോയ് ഫാമിലെ ലേണിംഗ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ഈ ഒരു ആൻസറുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കൊട്ടേഷനുമായിട്ട് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. റൈറ്റ് യുവർ ആൻസർ ഇൻ എ ഷോർട്ട് പാരഗ്രാഫ്. ഈ ഒരു ആൻസർ ഒരു ഷോർട്ട് പാരഗ്രാഫ് ആക്കി എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് ടോൾസ്റ്റോയ് ഫാമിലുള്ള ഒരു വിദ്യാഭ്യാസ നയം? ആദ്യം തന്നെ ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് concept of education or the base of education or the proper foundation of education is
ദി ക്യാരക്ടർ ബിൽഡിംഗ് അല്ലേ, ക്യാരക്ടർ ബിൽഡിംഗ് എന്നതാണ് ഗാന്ധിജിയുടെ ഏറ്റവും ഫോർമോസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലിറ്റററി ട്രെയിനിങ്. ലിറ്റററി ട്രെയിനിങ്ങും ഗാന്ധിജി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക്. അതുമാത്രമല്ല ദേ വെയർ വെരി മച്ച് എക്സ്പെർട്ട് ഓർ വെരി മച്ച് ഫിറ്റ് ഇൻ ദെയർ ഫിസിക്കൽ സ്ട്രക്ചർ. ഫിസിക്കൽ സ്ട്രക്ചറിലും അവർ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ കാരണം ഗാന്ധിജി തന്നെയാണ്. ബിക്കോസ് ദർ വെർ നോ സെർവൻസ് ഇൻ ദാറ്റ് ഫാം ആൻഡ് all the works were done by the inmates of the Tolstoy farm. So mentally and also physically they were very fit. And the next one is vocational training. അതായത് സ്വന്തമായിട്ടുള്ളൊരു കൈത്തൊഴിൽ പഠിപ്പിക്കാനും ഗാന്ധിജി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന് മുന്നോടിയായിട്ട് ഗാന്ധിജി ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം തന്നെ പോയിട്ട് ഷൂ മേക്കിംഗ് പഠിച്ചു, എന്നിട്ട് അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. അത് മാത്രമല്ല കാർപ്പൻട്രിയിലും കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഗാന്ധിജി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഗാന്ധിജി തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് കുക്കിംഗ് എന്ന് പറയുന്നത് അറിയാം, എല്ലാ യങ്സ്റ്റേഴ്സിനും അവിടെ കുക്കിംഗ് അറിയാം എന്നതാണ് പറയുന്നത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ അതായത് ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓൾ റൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് അല്ലേ. ബോഡി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ടോൾസ്റ്റോയ് ഫാമിൽ പറയുന്നുണ്ട് അല്ലേ. ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഗാർഡനിങ് ചെയ്യുന്നുണ്ട്. യെസ്, ഓഫ് കോഴ്സ് ഗാർഡനിങ് ചെയ്യുന്നുണ്ട്. അത് പ്രായഭേദമന്യേ എല്ലാവരും ചെയ്യണം എന്നത് ഗാന്ധിജിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, അതായത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ബോഡി വൈസ് നോക്കുമ്പോൾ ഗാർഡനിങ് ചെയ്യുന്നുണ്ട്, വാട്ടറിങ് ചെയ്യുന്നുണ്ട്, ഡിഗിങ് ദ പിറ്റ്, പിന്നെന്താണ് ചുള്ളിക്കമ്പുകളൊക്കെ പെറുക്കുന്നുണ്ട്, ലോഡ്സ് ഒക്കെ എടുക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ ഫിസിക്കലി ഫിറ്റായിട്ട് ബോഡി പരമായിട്ട് കുട്ടികളെ സ്ട്രെങ്തൻ ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മെൻ്റലിയും അവർക്ക് അത്രയും ഫിറ്റായിട്ട് തോന്നുന്നുണ്ട്. സോ മൈൻഡിൽ വരുന്ന സമയത്ത് ക്യാരക്ടർ ബിൽഡിംഗ് ആണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നല്ലൊരു വ്യക്തിത്വം, നല്ലൊരു സ്വഭാവ രൂപീകരണം അവിടെ നടക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ സ്പിരിറ്റ് ആസ് വെൽ ആസ് സ്പിരിറ്റ്. എന്താണ് ഗാന്ധിജി പലപ്പോഴും അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഓരോ കാര്യങ്ങളും പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. എന്താണ് പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നത്? ഈ ഒരുപാട് പ്രാങ്ക്സ് ഒക്കെ ഗാന്ധിജിക്ക് അവർ കൊടുക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് ജോലി ചെയ്യാൻ മടിയായിരിക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ ഓരോ കള്ളത്തരം പറഞ്ഞ് ഒഴിവാകുന്ന സമയത്ത് ചില സന്ദർഭങ്ങളിൽ ഗാന്ധിജി അത് ഒഴിവാക്കുന്നുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഗാന്ധിജി അതിനെ എതിർത്തുകൊണ്ട് ആർഗ്യൂ ചെയ്തുകൊണ്ട് അവരുടെ ആത്മാവിനെയും സ്ട്രോങ് ആക്കാൻ, അവരുടെ സ്പിരിറ്റിനെയും സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ഈ ഒരു കൊട്ടേഷൻ എന്ന് പറയുന്നത് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ടോൾസ്റ്റോയ് ഫാം എന്ന ഒരു ചാപ്റ്ററിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആൻസർ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഫസ്റ്റ് ഓഫ് ഓൾ എഴുതേണ്ടത് ഗാന്ധിജി ഡിഡ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. യെസ്, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസ നയത്തെ ഗാന്ധിജിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. രണ്ടാമത് നമ്മൾ എഴുതേണ്ടത് കാര്യം എന്താണ്? Yes, he believed that under ideal conditions, true education could only be imparted by the parents. Yes, ആ ഒരു നല്ല ഒരു രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം എന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഗാന്ധിജി. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ അറിവ് മാത്രമല്ല, അവരുടെ മെൻ്റൽ പവർ, സ്പിരിച്വൽ പവർ, ഫിസിക്കൽ പവർ എല്ലാം ഡെവലപ്പ് ചെയ്യണം. സോ ആൻസർ ഷുഡ് ബി റിട്ടൺ ഇൻ എ വേ എഡ്യൂക്കേഷൻ should help children to develop their potent അല്ലെങ്കിൽ confident mentally, spiritually as well as physically. So he believed that under ideal conditions true education could only be imparted by the parents. ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? He became the parent or the father of the inmates of the Tolstoy farm. So in order to compensate ഈ ഒരു കുട്ടികൾക്ക് അച്ഛനമ്മമാരില്ല അല്ലെങ്കിൽ അത്രയും പാവപ്പെട്ട കുട്ടികളായതുകൊണ്ട് തന്നെ he became the father of the inmates of the Tolstoy farm. He considered character building as the important part of the education system, or the character building is the proper foundation of the education systems. And also he was very much confident in moral training also. moral training എന്ന് പറയുന്ന ധാർമ്മികമായിട്ടുള്ള ഒരു പരിശീലനവും കുട്ടികൾക്ക് കൊടുക്കാൻ അദ്ദേഹം വളരെ അധികം പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു. സോ he was made
the children mentally and physically very fit. And also, other than this, other than character building, other than moral training, he also concentrated to give literary training to the children. He gave them vocational training also. Example, shoemaking, carpentry, gardening, cooking. Vocational training inde underil varuna categories aanu idokke. And also, the inmates got enough physical exercise by doing the daily routine works in the farm because there were no servants in the farm. So, the children were physically very fit. They do the works like gardening, watering, digging pits, felling timber and lifting loads. Thus, Gandhiji practiced the concept of education in the Tolstoy farm in a wide way. Yes, the students or the children in the Tolstoy farm also enjoyed these concepts ഓഫ് ഗാന്ധിജി അല്ലേ. ഗാന്ധിജിയുടെ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തോട് കുട്ടികൾക്കും വളരെ സന്തോഷമായിരുന്നു. സോ ദേ ഡൺ ഓൾ ദീസ് വർക്ക്സ് വെരി ഹാപ്പിലി. ഇതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. സോ ഞാൻ ഈ ആൻസർ ഒരിക്കലും ഒരു റിട്ടൺ ഫോർമാറ്റിൽ ഈ ഒരു സ്ക്രീനിൽ കാണിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റിട്ടൺ ഫോർമാറ്റിലുള്ള ആൻസേഴ്സ് കുട്ടികൾ എപ്പോഴും നോക്കി നോട്ടിലേക്ക് പകർത്തുന്നതല്ലാതെ ദേ വോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ് ആൻസർ. ആ ഒരു ഉത്തരത്തെക്കുറിച്ച് ഒരിക്കലും കുട്ടികൾ ചിന്തിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആൻസർ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ പോയിന്റ് ആയിട്ട് എഴുതിയെടുക്കാം. ആൻഡ് യു ഷുഡ് ഇലാബറേറ്റ് ഇറ്റ് ഇൻ യുവർ ഓൺ വേ. അങ്ങനെ എഴുതുന്നത് വഴി നിങ്ങൾക്ക് എപ്പോഴും നല്ലതേ സംഭവിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാംസിനുള്ള ആൻസേഴ്സൊക്കെ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അതർവൈസ് ഈ ഒരു ആൻസർ ഞാൻ റിട്ടൺ ഫോർമാറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എഴുതി ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നു അല്ലാതെ ആൻസർ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാനോ സാധിക്കില്ല. സോ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട് ആൻസേഴ്സ് എഴുതി കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആൻസേഴ്സ് എഴുതി കാണിക്കുന്നത് ഞാൻ സപ്പോർട്ട് ചെയ്യാത്തത് ആ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. ലെക്ചർ നോട്ട്സ് എന്ന് പറയുന്നതും, അതായത് നമ്മളുടെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എഴുതിയെടുക്കുന്ന നോട്ട്സും ടീച്ചേഴ്സ് തരുന്ന നോട്ട്സും വളരെയധികം വ്യത്യാസമുണ്ട്. കാരണം നമ്മൾക്ക് എന്താണോ മനസ്സിലായത് അത് നമ്മളുടേതായ രീതിയിൽ എഴുതുമ്പോഴാണ് ആ ഒരു ആൻസറിനൊരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവുന്നത്. അതർവൈസ് അതൊരു സ്പൂൺ ഫീഡാണ്. സോ അത് നമ്മൾ വലുതാവും തോറും നമ്മളുടേതായ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഐഡിയ ഡെവലപ്മെൻറ്റിനും അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ആൻസേഴ്സ് ഒന്നും ഞാൻ സ്ക്രീനിൽ കൊടുക്കാത്തത്. സോ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. ആക്ടിവിറ്റി നമ്പർ 1. ആക്ടിവിറ്റി ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്തതായിട്ടാണ്. ശരിക്കും മുന്നേ ഉള്ളത് ലെറ്റ്സ് റീവിസിറ്റ് ദ ചാപ്റ്റർ ആയിരുന്നു. സോ ദർ വെയർ നോ സെർവൻസ് ഓൺ ദി ഫാം ആൻഡ് ഓൾ ദി വർക്ക് ഫ്രം കുക്കിംഗ് ഡൗൺ ടു സ്കാവഞ്ചിങ് വാസ് ഡൺ ബൈ ദ ഇൻമേറ്റ്സ് സേസ് ഗാന്ധിജി. എന്താ പറയുന്നത്? ഫാമിൽ സെർവൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ എല്ലാ വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഫാമിലി ഇൻമേറ്റ്സ് തന്നെയായിരുന്നു. ക്ലീനിങ്, കുക്കിങ്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻമേറ്റ്സ് തന്നെയായിരുന്നു. സോ ഇൻമേറ്റ്സ് എന്ന് വെച്ചാൽ അന്തേവാസികൾ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് പ്രാക്ടീസ്? ഈ ഒരു പ്രാക്ടീസിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഹരിത കേരളം, ഓർഗാനിക് ഫാമിംഗ്, ബയോഡൈവേഴ്സിറ്റി പാർക്ക് ആൻഡ് സ്വച്ഛ് ഭാരത് ഡ്രൈവ് ആർ സം ഓഫ് ദ പ്രോഗ്രാംസ് ഇൻ സ്കൂൾസ്. യെസ്, ഹരിത കേരളം, ഓർഗാനിക് ഫാമിംഗ് ഇതൊക്കെ നമ്മുടെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്ന ഓരോ പ്രോഗ്രാംസ് ആണ് അല്ലേ. ദേ റിക്വയർ ദ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ സ്റ്റുഡൻസ്. എല്ലാ വിദ്യാർത്ഥികളുടെയും നല്ല ഒരു സഹകരണം ഈ ഒരു കാര്യത്തിനൊക്കെ ആവശ്യമാണ്. ദേ ഓൾസോ ഇൻക്ലൂഡ് വർക്ക് ദാറ്റ് സം പീപ്പിൾ മേ ഹെസിറ്റേറ്റ് ടു ഡു. യെസ്, ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ, ഇത്തരം വർക്കുകൾക്കൊക്കെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാവും. എന്ത് ആക്ടിവിറ്റീസ്? മറ്റുള്ളവർ ചെയ്യാൻ മടിക്കുന്ന തരത്തിലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഡു ദീസ് പ്രോഗ്രാംസ് പ്രൊമോട്ട് ഡിഗ്നിറ്റി ഓഫ് ലേബർ എമംഗ് ചിൽഡ്രൻ. യെസ്, ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു ഘടകം ഈ പ്രോഗ്രാമുകളിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കുമോ? അല്ലെങ്കിൽ കുട്ടികൾ ഈ ഒരു പ്രോഗ്രാം വഴി കുട്ടികളുടെ ഒരു തൊഴിൽ, സ്വയം പര്യാപ്തത എന്നൊക്കെ പറയുന്നത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുമോ? വാട്ട് ആർ യുവർ വ്യൂസ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കണ്ടക്ട് എ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ബേസ്ഡ് ഓൺ ദി മെയിൻ പോയിന്റ്സ്. മെയിൻ പോയിന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു ഡിസ്കഷൻ നടത്തുക, എന്നിട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്.
സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത്തരം വർക്കുകളിലൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? നിങ്ങൾ NSSലും NCCയിലും ഒക്കെ ഉള്ള കുട്ടികളാണോ? നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടാകും അല്ലേ? സോ നമ്മൾ നമ്മളുടേതായ കഴിവുകൾ അനുസരിച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെ നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ട്, അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? സോ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയിട്ട് ഒരു പാരഗ്രാഫ്, ഒരു പേജ്, ഒരു റൈറ്റപ്പ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണ്. സോ ആദ്യത്തെ ഒരു ചോദ്യം എന്താണ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് പ്രാക്ടീസ്? ഈ ഒരു പ്രാക്ടീസിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? യെസ്, ദിസ് പ്രാക്ടീസ് ഈസ് വെരി ഗുഡ് അല്ലേ? ബിക്കോസ് എന്താണ്? ഇറ്റ് വിൽ ബ്രിങ് ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ. യെസ്, ആ ഒരു ലേബറിൻ്റെ ആ ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്നത് അപ്ബ്രിങ് ചെയ്യാനും അപ്ലിഫ്റ്റ് ചെയ്യാനും ചാൻസുള്ള ഒരു പ്രാക്ടീസസ് ആണ് ഇത്. അതുമാത്രമല്ല, ബൈ ഡൂയിങ് ദിസ് വർക്ക്, ഈ ഒരു വർക്ക് സ്റ്റുഡൻസ് ചെയ്യുന്നത് വഴി ദ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് പീപ്പിൾ ആൻഡ് പോർ പീപ്പിൾ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇല്ലാതാവും അല്ലേ? അത് മാത്രമല്ല, എല്ലാവർക്കും എല്ലാവിധ ജോലികളും ചെയ്യാൻ സാധിക്കും, എല്ലാവരും എല്ലാ ജോലികളും ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിയിലോട്ട് വരും. And also these practices make the students mentally and also physically very much healthy. So this practice is very much good. According to my opinion, this practice is very good എന്നതാണ് ഈ ഒരു ആദ്യത്തെ ഒരു ചോദ്യത്തിൻ്റെ, ആദ്യത്തെ പോയിന്റിൻ്റെ ആൻസർ. പിന്നെയുള്ള ചോദ്യം എന്താണ്? ഡു ദീസ് പ്രോഗ്രാംസ് പ്രൊമോട്ട് ഡിഗ്നിറ്റി ഓഫ് ലേബർ എമംഗ് ചിൽഡ്രൻ? യെസ്, ഓഫ് കോഴ്സ് ദേ promote the dignity of labor among children. അടുത്ത ചോദ്യം, what are your views? Conduct a discussion and write up some major points എന്നതാണ്. സോ അത് നമ്മൾ കുറച്ച് അധികം എഴുതേണ്ടിയിരിക്കുന്നു. യെസ്, വി ഷുഡ് റൈറ്റ് അബൌട്ട് ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ. യെസ്, ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് റൈറ്റ് എവറി ജോബ് ഹാസ് ഇറ്റ്സ് ഓൺ dignity and respect, and also whether we are doing any low work or whether we are doing any high work, there should not be any discrimination among children. All the students should do all the works without any hesitation, and by doing this the people or the students will be healthy mentally as well as physically. Our present education system should consider all the works equal and also should convince or should give an awareness class to the students that all the works in the society are equal and the works have its own dignity and also strength. അതായത് എല്ലാ വർക്ക്സിനും അതിൻ്റേതായ ഡിഗ്നിറ്റി ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഈ ഒരു വിദ്യാഭ്യാസ കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ചെറുപ്പത്തിലെ കുട്ടികളിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിക്കേണ്ടതാണ്. കുട്ടികൾക്കത് സ്വയം തോന്നണം എന്നില്ല. ഗാന്ധിജി അത് തന്നെയാണ് ചെയ്തത് അല്ലേ? മോറൽ എഡ്യൂക്കേഷനും കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്, ലിറ്റററി എഡ്യൂക്കേഷനും കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്, അതുമാത്രമല്ല വൊക്കേഷണൽ ട്രെയിനിങ്ങും കൊടുത്തിട്ടുണ്ട്. So the students should be ready to do all the works with utmost respect, and through this the students will get prosperity in their life and they will be able to develop a good student. So ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ സ്കൂളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ? ലേബറിൻ്റെ ഡിഗ്നിറ്റിയെക്കുറിച്ച്. സോ ഈ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. നെക്സ്റ്റ് ഈസ് ആക്ടിവിറ്റി നമ്പർ 2, ദാറ്റ് ഈസ് ഗാന്ധിജി സേസ് ഇറ്റ് വാസ് മൈ ഇൻറ്റൻഷൻ ടു ടീച്ച് എവറി വൺ ഓഫ് ദി യങ്സ്റ്റേഴ്സ് സം യൂസ്ഫുൾ മാനുവൽ വൊക്കേഷൻ. യെസ്, സ്വയം തൊഴിൽ പഠിപ്പിക്കണം എന്നത് ഗാന്ധിജിയുടെ ഒരു എയിമായിരുന്നു, ഇൻറ്റൻഷനായിരുന്നു. ലിസ്റ്റ് ഔട്ട് ദി വൊക്കേഷണൽ സ്കിൽസ് മെൻഷൻഡ് ഇൻ ദ ടെക്സ്റ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ്. യെസ്, 2 ബോക്സിൽ 2 പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. വൊക്കേഷണൽ സ്കിൽസ് അക്വയർഡ് ഫ്രം ടോൾസ്റ്റോയ് ഫാമിൽ നിന്നും ഉള്ള ആ ഒരു വൊക്കേഷണൽ സ്കിൽസ് എഴുതാനാണ് പറയുന്നത്. ഇപ്പുറത്തെ കോളത്തിൽ നമ്മൾ എഴുതേണ്ട എന്താണ്? ദി ജോബ്സ് റിലേറ്റഡ് ദി വൊക്കേഷണൽ
സ്കിൽസ്, അതായത് ടോൾസ്റ്റോയ് ഫാമിൽ നിന്നും അവരെന്തൊക്കെ പഠിച്ചു, ഇൻമേറ്റ്സ്, അതുമായി ബന്ധപ്പെട്ട എന്ത് ജോബ്സാണ് അവർക്ക് ലഭിക്കാൻ ചാൻസ് എന്നത് നമ്മൾ ഇപ്പുറത്തെ ഒരു കോളത്തിൽ എഴുതണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത് കാർപ്പൻട്രി ആണ്. കാർപ്പൻട്രി എന്ന ഒരു ജോബ് സ്കില്ല് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, വൊക്കേഷണൽ സ്കില്ല് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ജോബ് എന്തൊക്കെയാണ് അതിവിടെ കൊടുത്തിട്ടുണ്ട്. കാർപ്പൻറ്റർ, ഫർണിച്ചർ ഡിസൈനർ, ഇൻറ്റീരിയർ ഡെക്കറേറ്റർ, അങ്ങനെ പോകും അല്ലേ. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈനർ ഒക്കെ ഒരു നല്ല ജോബ്സാണ് ഈ കാർപ്പൻട്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അടുത്ത വൊക്കേഷണൽ സ്കിൽ ഏതാണ്? കുക്കിംഗ് നമുക്ക് നോക്കാം. കുക്കിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാവാം? യെസ്, നമുക്ക് ഒരു കുക്ക് ആകാം, ഒരു നോർമൽ കുക്കാകാം, പിന്നെ നമുക്കൊരു ഷെഫ് ആവാം അല്ലേ നമുക്കൊരു വലിയ ഇൻ്റർനാഷണൽ ഹോട്ടൽസിലൊക്കെ നമുക്ക് ചീഫ് കുക്കാകാം അല്ലേ. സോ അതൊക്കെയാണ് കുക്കിംഗ് എന്ന ഒരു ജോബ്, വൊക്കേഷണൽ സ്കില്ല് ലഭിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ജോബ്സ്. ദെൻ അടുത്തത് ഷൂ മേക്കിംഗ് ആണ്. ഷൂ മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ജോബ്സ് എന്തൊക്കെയാണ്? ഷൂ മേക്കർ ആവാം, നമുക്ക് കോബ്ലർ ആവാം, നമുക്ക് ലെതർ വർക്കർ ആകാം, നമുക്ക് ഷൂ മെൻഡർ ആവാം, നമുക്ക് ഷൂ ഡിസൈനർ ആവാം നമുക്ക് അല്ലേ. യെസ്. ദെൻ അടുത്ത വൊക്കേഷണൽ സ്കില്ല് എന്ന് പറയുന്നത് എന്താണ്? ഗാർഡനിങ് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. ഗാർഡനിങ് പഠിപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് ആവാൻ ചാൻസ് ഉണ്ട്? യെസ്, ഗാർഡനർ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അഗ്രികൾച്ചറിലേക്ക് തിരിയാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട്. നമുക്കൊരു നല്ലൊരു ഫാർമർ ആവാം അല്ലേ. ഈ ഒരു ഗാർഡനിങ് കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ചെടികളൊക്കെ നോക്കി വളർത്തുക. സോ അതേപോലെ തന്നെ നമ്മൾ മറ്റ് വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയും ഒക്കെ നോക്കി വളർത്തുന്നുണ്ടെങ്കിൽ വി വിൽ ബിക്കം എ വെരി ഗുഡ് ഫാർമർ അല്ലേ. സോ ഇതാണ് ഈ ഒരു ജോബ്സ് റിലേറ്റഡ് ടു vocational skills like carpentry, cooking, gardening, shoemaking, etc. Okay. Everyone can benefit out of this type of vocational education as it provides an opportunity to learn a skill or trade. Discuss. എന്താണ് പറയുന്നത്? എല്ലാവർക്കും ഈ ഒരു തരത്തിലുള്ള വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വഴി ഒരുപാട് ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട്. എങ്ങനെ? ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലേൺ എ സ്കിൽ ഓർ ട്രേഡ്. എന്തെങ്കിലും ഒരു കഴിവ്, എന്തെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കച്ചവടമോ അങ്ങനെ എന്തെങ്കിലും നടത്താനുള്ള ഒരു ചാൻസ് മുന്നിൽ കാണുന്നുണ്ട് അല്ലേ. ഡിസ്കസ്, ഏൺ എ ലിവിങ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സെൽഫ് സഫിഷ്യൻറ്റ്. The child will be able to do electrical, carpentry, plumbing, repairs himself. അതായത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വഴി നമുക്ക് ലഭിക്കാവുന്ന കുറച്ച് ബെനിഫിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏൺ എ ലിവിങ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സെൽഫ് സഫിഷ്യൻ്റ് ഒക്കെ. ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു പാരഗ്രാഫ് തയ്യാറാക്കുക, ഒരു ബ്രീഫ് പാരഗ്രാഫ് തയ്യാറാക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ എഴുതാൻ സാധിക്കുക? ദി വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അതർ ദാൻ ദ ലിറ്റററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ദ സ്റ്റുഡൻസ് ടു ഏൺ എ ലിവിങ്. The vocational skills like carpentry, gardening, shoemaking, cooking are very helpful for the students for the better future. And also these jobs, that is these vocational jobs can be set up by themselves. So a self employment also is there അല്ലേ. ഒരു എന്താ പറയുക, നമുക്കൊരു ചാൻസ് ലഭിച്ചിട്ടില്ലെങ്കിൽ, വേറെ ജോലിയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണെങ്കിൽ, സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ ക്ഷോഭിക്കാൻ സാധിക്കും അതല്ലേ. അല്ലെങ്കിൽ വേറെ ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടെത്തണം ജോലി, നമ്മൾക്ക് സ്വന്തമായിട്ടൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫ്യൂച്ചറും ഒക്കെ യെസ് ഇറ്റ് വിൽ ബി വെരി മച്ച് ഇൻ സ്ട്രഗിൾ. സോ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഈസ് a very good opportunity for those who trained the vocational skills. And the last one is self-sufficient. And what about that? If they are trained these vocational skills and if they are applying it in their future or in their earning, they will be self-sufficient in life. Self-sufficient എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? The child will be able to do electrical, carpentry or plumbing
റിപ്പയർസ് ഹിംസെൽഫ്. അതായത് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് തന്നെ അത് ചെയ്യാം, അല്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. സോ ഇത്തരം ഒരു വൊക്കേഷണൽ സ്കിൽസ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് ഏർണിങ്സ് ഒന്നും ലഭിക്കുന്നില്ല എന്നാണെങ്കിൽ പോലും നമ്മളുടേതായ ആവശ്യങ്ങളൊക്കെ നടന്നു പോകും. ഫോർ എക്സാമ്പിൾ കാർപ്പൻട്രി ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ നമ്മൾക്കത് ചെയ്യാം. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഷൂ മേക്കിംഗ് ആണെങ്കിൽ ഷൂ റിപ്പയർ ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. പിന്നെ കുക്കിംഗ് ആണെങ്കിൽ സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാം. സോ ആ ഒരു രീതിയിലും നമുക്ക് ഈ വൊക്കേഷണൽ സ്കിൽസ് ഹെൽപ്ഫുൾ ആകും. സോ ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് ഈസ് വെരി മച്ച് സെൽഫ് സഫിഷ്യൻറ്റ്. So that's all about today's video. This is considered as the first part of the Tolstoy Farm activity session because ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതെല്ലാം കൂടി നമ്മൾ ഒറ്റ വീഡിയോ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുന്നവർക്കും ബോറായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ഇത്രയും ലെങ്ത്തിൽ കാണാൻ ടൈമും കിട്ടിയെന്ന് വരില്ല. സോ അടുത്ത പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടില്ല എന്നാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഐ വിൽ റിപ്ലൈ ദി ആൻസർ ഓർ ഐ വിൽ ട്രൈ ടു ക്ലിയർ യുവർ ഡൗട്ട്സ്. So that's all about today's video, and if you liked the video, if you find the video informative, please subscribe my channel, and we'll see with another video. Till then, bye.